ഒരു ഫൈറ്റ് സീൻ തൃഷ മേഡത്തിൻ്റെ ഒപ്പം ഉള്ളത്. ഞാനത് വെയിറ്റ് ചെയ്യുക. പക്ഷെ അത് ഇപ്പോൾ ക്രിസ്റ്റഫർ ഇറങ്ങിയപ്പോൾ ആ ക്രിസ്റ്റഫറിൻ്റെ അകത്ത് ജീപ്പിൽ നിന്ന് വീണ സീൻ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ സ്ക്രീൻ വരുമ്പോൾ ഞാൻ കണ്ടില്ല, ബാക്കി എല്ലാവരും കണ്ടു, എനിക്ക് അയച്ചു തന്നു. എനിക്ക് സങ്കടം, ഞാൻ കണ്ടില്ല തന്നെ. പിന്നെ അത്രയും ലെങ്ത്തിൽ ചെയ്യുന്ന സീൻ കട്ട് ചെയ്ത് ഇത്ര ഭാഗമായിട്ടാണ് കൊണ്ടുവന്ന് കാണിക്കണേ. ഞങ്ങളൊക്കെ എന്താ പറയുക, ഫൈറ്റേഴ്സാണ്. ഒരുപാട് കടമ്പകളൊക്കെ കഴിഞ്ഞ് 16 വർഷത്തോട് ഫൈറ്റിൽ നിന്നാണ് ഇവിടം വരെ എത്തണേ. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്താ പറയുക, മെയിൻ സ്ക്രീനിലോട്ട് ഇതുവരെ വന്നിട്ടില്ല, പലരും വന്നിട്ടില്ല. ഇനി എപ്പോൾ ആരെങ്കിലൊക്കെ വരുമോ ഇല്ലെന്ന് അറിയില്ല. ഇതിപ്പോൾ ഫൈറ്റേഴ്സ് ഒരുപാട് പേരുണ്ട്, ഡൽഹി ഉൾപ്പെടെ ഒരുപാട് ഫൈറ്റേഴ്സ് ഉണ്ട്. പക്ഷെ നിങ്ങളാരും കാണാത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെറുതിലേ മുതൽ ഫൈറ്റ് കണ്ടു വളർന്ന ആളാണ്. ജാക്കി ചാൻ്റെ ആണെങ്കിൽ ശരി, ബാക്ക്ഗ്രൗണ്ട് ഫൈറ്റേഴ്സിനെയൊക്കെ എല്ലാം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ മലയാള സിനിമ കാണുമ്പോൾ ബാക്ക് ഫൈറ്റേഴ്സിനെ ഞാൻ അങ്ങനെയാണ് സിനിമ ഫൈറ്റിലോട്ട് വരുന്നത് തന്നെ. എനിക്ക് ആ ഒരു കഥാപാത്രം, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരാണ് എനിക്ക് ശരിക്കും ഹീറോ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അത് ഞാൻ എപ്പോഴും നിർണായകത്തിൽ അങ്ങനെ ഒരു കൈയടി വാങ്ങിയ ആളാണ് ഞാൻ. ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരും പൊളിയാണ്. ഈ ഫ്രണ്ടിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആൾക്കാരെക്കാട്ടും ഞാൻ റെസ്പെക്ട് ചെയ്യണത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന കുറേ പേരുണ്ട്. അവർ ആ ഒരു കഥാപാത്രമൊക്കെ മാറ്റാൻ കഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. എനിക്ക് അവരോട് സല്യൂട്ടുള്ളൂ. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും ഞാൻ ഈ പറഞ്ഞതൊന്നും കാണിക്കാണ്ട് അവരോട് കാണുമ്പോൾ ബഹുമാനവും മര്യാദ കാണിക്കണം. ബാക്കിയുള്ളവരെ കാണുമ്പോഴത്തേക്ക് ഞാൻ സെൽഫി എടുക്കാൻ പറയാൻ ചെല്ലാറില്ല. കാരണം ഞാൻ അവരെ നേരിട്ട് സ്ക്രീനിൽ കണ്ട്, പുറമേ കണ്ട് ഒക്കെ കണ്ട് ഇത്രയും വർഷത്തിനിടെ കണ്ടു. പക്ഷേ ഞാൻ ഫൈറ്റേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും, ഡൂപ്പിനെ കണ്ടു കഴിഞ്ഞാലും ചെന്ന് മിണ്ടും, സംസാരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലൊക്കേഷൻ ഫൈറ്റ് ലൊക്കേഷനാണ്. വേറെ പാട്ടും കാര്യങ്ങളൊന്നുമല്ല. ഫൈറ്റ് ലൊക്കേഷൻ വന്നാൽ ഞാൻ ആ സ്പോട്ടിൽ ചെന്ന് കണ്ടിട്ട് പോരുള്ളൂ എൻ്റെ ടീമിനെ.